വാർത്തകളിലേക്ക് ആദ്യ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിനെ രക്ഷിക്കാൻ സ്പീക്കർ സുമിത്ര മഹാജൻ ലോക്സഭ നിർത്തിവച്ചു. എൻഡിഎ മുന്നണി വിട്ട ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശവും ആന്ധ്രയിൽ നിന്നുള്ള YSR കോൺഗ്രസുമാണ് കേന്ദ്ര സർക്കാരിന് പ്രഹരമായി അവിശ്വാസ പ്രമേയം നൽകിയത്. എൻഡിഎ സഖ്യകക്ഷിയായ ശിവസേനയടക്കം 7 പാർട്ടികൾ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സഭ നിർത്തിവച്ച സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമെന്ന് CPIM കുറ്റപ്പെടുത്തി. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യം അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ അപ്രതീക്ഷിത നീക്കമാണ് YSR കോൺഗ്രസും TDPയും നടത്തിയത്. YSR MP സുബ്ബറെഡ്ഡിയും TDP MP തോട്ട നരസിംഹനും ചട്ടം 198 പ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് ലോക്സഭയിൽ നോട്ടീസ് നൽകി. 50 അംഗങ്ങളുടെങ്കിലും പിന്തുണയുണ്ടെങ്കിലേ അവിശ്വാസം പരിഗണിക്കാനാകൂ. 2 പാർട്ടിക്കും കൂടി 25 അംഗങ്ങൾ. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ TDPയും YSR കോൺഗ്രസും തേടി. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കേണ്ട സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച മമതാ ബാനർജി പാർട്ടിയുടെ 34 MPമാരുടെ പിന്തുണ പ്രഖ്യാപിച്ചു. മോദിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ തുറന്നു കാണിക്കാനുള്ള അവസരമാണിതെന്ന് വ്യക്തമാക്കിയ CPIMഉം പിന്തുണ നൽകി. AIADMK, ബിജു ജനതാദൾ, കോൺഗ്രസ് കൂടിയായതോടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന MPമാരുടെ എണ്ണം 173ആയി. NDA ഘടകകക്ഷിയായ ശിവസേനയും പ്രതിപക്ഷത്തിനൊപ്പം എത്തിയതോടെ അവിശ്വാസത്തെ അനുകൂലിക്കുന്നവരുടെ എണ്ണം 191ആയി ഉയർന്നു. എതിർക്കുന്നവരുടെ എണ്ണം 310ൽ നിന്നും 292ആയി കുറഞ്ഞു. സ്വന്തം പക്ഷത്തു നിന്നുള്ള ചോർച്ച തിരിച്ചറിഞ്ഞ ഭരണപക്ഷം അവിശ്വാസം പാർലമെന്റിലെത്തുന്നത് തടയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. സ്വന്തമായി 273 MPമാരുള്ളതിനാൽ അവിശ്വാസത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിലും NDAയിലെ ചോർച്ചയാണ് BJPയെ അസ്വസ്ഥമാക്കിയത്. സ്പീക്കർ സുമിത്ര മഹാജൻ സഭ ക്രമത്തിലല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ലോക്സഭ അല്പസമയത്തേക്ക് നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് ചേർന്നപ്പോൾ അവിശ്വാസം പരിഗണിക്കാനുള്ള സാഹചര്യം സഭയിൽ ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് ലോക്സഭയുടെ ഇന്നത്തെ നടപടികൾ റദ്ദ് ചെയ്തു. തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമെന്ന് CPIM പാർലമെന്ററി പാർട്ടി നേതാവ് P. കരുണാകരൻ MP കുറ്റപ്പെടുത്തി. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ഇന്ന് രക്ഷപ്പെട്ടെങ്കിലും പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെടുന്നത് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെലുങ്കുദേശം പാർട്ടി NDA വിട്ടു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകണമെന്ന പാർട്ടിയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് NDAയുമായി TDP ബന്ധം അവസാനിപ്പിച്ചത്. അമരാവതിയിൽ ചേർന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് TDP ഈ തീരുമാനം കൈക്കൊണ്ടത്. NDA ബന്ധം ഉപേക്ഷിക്കുന്നതിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിമാരെ ചന്ദ്രബാബു നായിഡു പിൻവലിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് TDP NDA വിട്ടത്. അമരാവതിയിൽ ചേർന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം വീഡിയോ കോൺഫറൻസിലൂടെ ചന്ദ്രബാബു നായിഡു MPമാരെ അറിയിച്ചു. BJP അധ്യക്ഷൻ അമിത്ഷായെ ഫോണിൽ ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡു NDA വിടുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ലോക്സഭയിൽ TDPക്ക് 16 MPമാരും രാജ്യസഭയിൽ 6 MPമാരുമാണുള്ളത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത BJPയുമായി ഒരു തരത്തിലുമുള്ള സഖ്യവും വേണ്ടെന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും ചില MPമാരുടെയും അഭിപ്രായം. കഴിഞ്ഞ ദിവസം SP നേതാവ് അഖിലേഷ് യാദവും BSP നേതാവ് മായാവതിയുമായി ചന്ദ്രബാബു നായിഡു ചർച്ച നടത്തിയിരുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലുമേറ്റ പരാജയത്തിന് പുറമെ BJPക്ക് ഏൽക്കുന്ന അടുത്ത കനത്ത പ്രഹരം തന്നെയാണ് TDPയുടെ ഈ തീരുമാനം. ഇതോടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. BJPക്കെതിരെ സഖ്യമുണ്ടാക്കിയ SP, BSP എന്നീ പാർട്ടികളെ കൂട്ടുപിടിച്ച് വിശാല ഐക്യമാണ് TDPയുടെ ലക്ഷ്യം. NDAയുടെ ഭാഗമായിരുന്നിട്ടും പ്രത്യേക പദവി നേടിയെടുക്കാൻ കഴിയാത്തതിനെ പരസ്യമായി ചോദ്യം ചെയ്ത് YSR കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് TDP NDA വിടാം എന്ന തീരുമാനവുമായി മുന്നോട്ട് വന്നത്. NDAയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായാണ് ഒരു പാർട്ടി NDA വിട്ട് പുറത്തുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ BJP ഒഴിവാക്കി. UPയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഉപതെരഞ്ഞെടുപ്പിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണ് യോഗിയെ മാറ്റാൻ BJPക്ക് നിർബന്ധമായത്. കർണാടക തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ പ്രചരണ സാന്നിധ്യം പ്രതികൂലമായി ബാധിക്കുമെന്ന് BJP ഭയപ്പെടുന്നു. കോൺഗ്രസിന്റെ 84ാമത് പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾക്ക് അംഗീകാരം നൽകും. നാളെ രാവിലെ രാഹുൽ ഗാന്ധി പതാക ഉയർത്തി സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദാംശങ്ങൾ.
പ്രിയ, സബ്ജക്ട് കമ്മിറ്റി എന്ന നിലയിൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾ അംഗീകരിക്കുക എന്നതാണ്. UPA സർക്കാരിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക വളർച്ച, മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ, ഇന്ത്യൻ സാമ്പത്തിക നയം എങ്ങനെ വച്ചു തുടങ്ങി ഈ സാമ്പത്തിക അവസ്ഥ പ്രതിപാദിക്കുന്ന പ്രത്യേക ഒരു പ്രമേയമുണ്ട്. മൻമോഹൻ സിംഗ് ആണ് തയ്യാറാക്കിയത്. കൂടാതെ നോട്ട് നിരോധനം പോലുള്ള വിഷയങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രമേയവും അവതരിപ്പിക്കപ്പെടും. ഇത്തരം വിഷയങ്ങളിലുള്ള 4 പ്രമേയങ്ങളുണ്ട്. കൂടാതെ ഈ BJP ചില വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് എങ്ങനെ പ്രതിരോധിക്കുക എന്നത് സംബന്ധിച്ച് പ്രവർത്തകരെ ബോധവൽക്കരിക്കാൻ ഒരു പുസ്തകം പുറത്തിറക്കുന്നുണ്ട് ലഘുലേഖ മാതൃകയിൽ. അതും ഇപ്പോൾ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗമാണ് അന്തിമ അംഗീകാരം നൽകുക. തുടർന്ന് നാളെ രാവിലെ 9 മണിക്ക് രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നതോടുകൂടി പ്ലീനറി സമ്മേളനത്തിന്റെ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കും. 2 ദിവസമാണ്, നാളെയും മറ്റന്നാളുമായി 2 ദിവസമാണ് പ്ലീനറി സമ്മേളനം ചേരുന്നത്. പ്രധാനമായും ഈ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള പ്രഥമ പ്ലീനറി യോഗം ഈ അധികാര കൈമാറ്റമാണ് ചർച്ചാ വിഷയം. സോണിയാഗാന്ധി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധിയിലേക്കുള്ള അധികാര കൈമാറ്റം ഈ പ്രവർത്തക സമിതി അംഗങ്ങൾ അതിൽ പകുതിയിലേറെ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാം. കൂടാതെ ACC ഭാരവാഹികൾ, ഇതും രാഹുൽ ഗാന്ധിക്ക് തീരുമാനിക്കാം. ഇക്കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് പ്രധാനമായും ACC സമ്മേളനം നാളെയും മറ്റന്നാളുമായി ചേരുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. രോഗാവസ്ഥ സ്ഥിരീകരിച്ച ഇർഫാൻ ഖാൻ. തനിക്ക് ന്യൂറോ എൻഡോക്രൈൻ രോഗമാണെന്ന ഇർഫാൻ ഖാന്റെ ട്വീറ്റ്. ബോളിവുഡ് സൂപ്പർ താരം ഇർഫാൻ ഖാന് അപൂർവ രോഗം പിടിപെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയായിരുന്നു സിനിമാ ലോകം കേട്ടത്. ഗുരുതരമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട്. പിന്നീട് മാധ്യമങ്ങളിലൂടെയും മറ്റ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരികയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്നെ രോഗവിവരത്തെക്കുറിച്ചും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നമ്മെ വളരാൻ സഹായിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എനിക്ക് മനസ്സിലായതും അതാണ്. എനിക്ക് ട്യൂമറാണെന്ന സത്യം വളരെ വിഷമത്തോടെയാണ് അംഗീകരിച്ചതെങ്കിലും ചുറ്റുമുള്ളവരുടെ സ്നേഹവും കരുതലും ശക്തിയും പ്രതീക്ഷ പകരുന്നതാണ്. ചികിത്സയ്ക്കായി ഞാനിപ്പോൾ വിദേശത്താണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാകണം. എന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നവർക്കായി കൂടുതൽ പറയാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കുമെന്നും ഇർഫാൻ ഖാൻ പറയുന്നു. മാർച്ച് 5-നാണ് താൻ അസുഖബാധിതനാണെന്ന വിവരം ട്വിറ്ററിലൂടെ താരം വെളിപ്പെടുത്തുന്നത്. രോഗനിർണയത്തിന് ശേഷം 10 ദിവസത്തിനകം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ തന്നെ അറിയിക്കുന്നതാണെന്നും താരം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ സിനിമകളിൽ നിന്നെല്ലാം അവധിയെടുത്തിരിക്കുകയാണ് ഇർഫാൻ. ന്യൂസ് ഡെസ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ സുപ്രീം കോടതി ഇടപെടലിനെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തേടാനുള്ള കോടതി നീക്കത്തെ കേന്ദ്രം എതിർത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി ഇടപെട്ടാൽ കേസിൽ സമാന്തര അന്വേഷണത്തിന് കാരണമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അടുത്ത മാസം 9-ന് കേസിൽ വീണ്ടും വാദം കേൾക്കും. നീരവ് മോദി അടക്കമുള്ളവർ ഉൾപ്പെട്ട പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഇപ്പോഴുള്ള അന്വേഷണം പര്യാപ്തമല്ലെന്നും കോടതി ഇടപെടൽ അനിവാര്യമാണെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. CBIക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചുകൂടെയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. എന്നാൽ ഇതിനെ അറ്റോർണി ജനറൽ ശക്തമായി എതിർത്തു. അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും ഇതിനകം 19 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. അന്വേഷണം പോലും ആരംഭിക്കുന്നതിന് മുൻപാണ് പൊതുതാൽപര്യമെന്ന പേരിൽ ഹർജികൾ ഫയൽ ചെയ്യുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇടപെടലിനെ കേന്ദ്രം എതിർക്കുന്നത്. കേന്ദ്രത്തിന്റെ വാദം ശരിവെച്ച കോടതി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടാതെ കേസ് ഏപ്രിൽ 9-ലേക്ക് മാറ്റി. സമാന ആവശ്യമുന്നയിച്ചുള്ള ഹർജി പരിഗണിക്കാൻ കോടതി നേരത്തെ വിസമ്മതിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിറോ മലബാർ സഭയുടെ വിവാദ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആലഞ്ചേരി ഉൾപ്പെടെ ഉള്ളവരെ പ്രതികളാക്കി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികളും ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ. ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി.
കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുക്കാനുള്ള ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ. ആലഞ്ചേരിക്കെതിരെ ഹർജി ഫയൽ ചെയ്ത ഫെബ്രുവരി 16 മുൻപുള്ള തൽസ്ഥിതി തുടരാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ആലഞ്ചേരിക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ PL വിശ്വനാഥൻ ഹാജരായി. പോലീസിന് തുടർ നടപടികൾക്ക് അവസരം നൽകാതെ കോടതിയെ ഇടപെടുവിക്കാൻ ശ്രമിച്ചത് നിയമപരമല്ലെന്ന് ഹർജിക്കാരൻ വാദിച്ചു. ഇത് അംഗീകരിച്ച കോടതി പോലീസ് ഓഫീസർ നടപടി സ്വീകരിക്കാതിരുന്നാൽ മാത്രമേ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി. പ്രാഥമിക വാദം കേട്ട ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇതിനിടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ കർദിനാൾ വിരുദ്ധ പക്ഷം രംഗത്തെത്തി. ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അദ്ദേഹം സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. കാനൺ നിയമം അനുസരിച്ചുള്ള സഭാ കോടതികളിൽ അതിന് ഉദ്ഘാടനം നടത്താനും പ്രസംഗം നടത്താനും ഒക്കെ പോയിട്ട് സഭയുമായിട്ട് ഇത്രയേറെ ബന്ധമുള്ള അദ്ദേഹം ഈ കാനൺ നിയമമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സഭയുമായിട്ട് സഭാ തലവനുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസിൽ നിന്ന് റീക്ലൂസീവ് മാറി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. ഏതായാലും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടെ ഭൂമി ഇടപാടിൽ ആലഞ്ചേരിക്കെതിരെ നിലവിൽ കേസില്ലാതായി. ഏപ്രിൽ 3 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ വാദം നടക്കും. ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയക്കാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ മിനിമം വേതനം നടപ്പാക്കുന്ന വിഷയത്തിൽ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ മാസം 19 ചേരുന്ന ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ ബോർഡിന്റെ സിറ്റിംഗ് നടന്നു. കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളാണ് സിറ്റിംഗിനെത്തിയത്. ആശുപത്രികളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാതെ മിനിമം വേതനം നടപ്പാക്കരുതെന്നായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. തെക്കൻ മേഖല ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള യോഗം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ചേരും. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സംഘടനകളുമായി ബോർഡ് നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇരുവിഭാഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ബോർഡ് ചെയർമാൻ PK ഗുരുദാസൻ പറഞ്ഞു. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങൾ പറയും, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങൾ പറയും. ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനം കൈക്കൊള്ളും. സിറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഈ മാസം 19 ബോർഡ് യോഗം ചേരും. ഇതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CBI ജഡ്ജിയായിരുന്ന ലോയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയുന്നതിനായി മാറ്റിവെച്ചു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ കേസിൽ അന്വേഷണം വേണ്ടെന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലപാട്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ബൈപ്പാസിനായുള്ള സർവേ പൂർത്തിയായതോടെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും മാറിയെന്ന് കീഴാറ്റൂരിലെ കർഷകർ. തോടും പ്രധാന കൃഷിയിടങ്ങളും ഉൾപ്പെടാത്ത വിധമാണ് ബൈപ്പാസിനായുള്ള സ്ഥലം അളന്നത്. സർവേ പൂർത്തിയായതോടെ കീഴാറ്റൂരിലെ ബൈപ്പാസ് വിരുദ്ധ സമരക്കാരുടെ നുണപ്രചരണങ്ങൾ പൊളിഞ്ഞുവെന്ന് സ്ഥലം സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ വയലുകളും ഇല്ലാതാകും. വെള്ളമൊഴുകുന്ന തോടും വയൽക്കരയിലെ ക്ഷേത്രവും നഷ്ടപ്പെടും. ഇതെല്ലാമായിരുന്നു ബൈപ്പാസ് വിരുദ്ധ സമരക്കാരുടെ പ്രചാരണം. എന്നാൽ സർവേ കഴിഞ്ഞ് കുറ്റിയടിച്ചതോടെ ഇതെല്ലാം കള്ളപ്രചരണങ്ങൾ ആയിരുന്നുവെന്ന് തെളിഞ്ഞു. തോടിനെയോ ക്ഷേത്രത്തെയോ ഒന്നും ബാധിക്കാത്ത തരത്തിലാണ് സ്ഥലം അളന്നിരിക്കുന്നത്. നഷ്ടപ്പെടുന്നത് വളരെ കുറച്ച് കൃഷിഭൂമി മാത്രം. സർവേ കഴിഞ്ഞതോടെ എല്ലാ ആശങ്കകളും മാറിയെന്ന് നാട്ടുകാരും പറയുന്നു. കുറച്ച് സമയം പോകുന്നല്ലോ, നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. കൃഷി ചെയ്യാൻ വരെ നമുക്കിവിടെ സൗകര്യമുണ്ട്. എല്ലാ കാലിനെ കെട്ടാൻ സൗകര്യമുണ്ട്, പിന്നെ കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്, പച്ചക്കറികളുടെ സൗകര്യമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. തോട്ടിന്റെ വെള്ളമൊക്കെ കൂടെയാണ് റോഡ് പോകുന്നത്. ഇപ്പം കല്ലിട്ടിട്ട് കാണുമ്പോഴത്തെ നമുക്ക് സന്തോഷം സമാധാനവും ഉണ്ട്. സർവേ പൂർത്തിയായതോടെ സമരക്കാരുടെ കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞുവെന്ന് സ്ഥലം സന്ദർശിച്ച CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ബൈപ്പാസിന് വേണ്ടിയുള്ള സർവേ പ്രവർത്തനം പൂർത്തീകരിച്ചതോടുകൂടി ബൈപ്പാസ് വിരുദ്ധ സമരക്കാരുടെ നുണക്കോട്ടകൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ സമരക്കാർ പ്രചരിപ്പിച്ചത് കീഴാറ്റൂരിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട് പൂർണ്ണമായിട്ടും നശിച്ചു പോകും എന്നതാണ്. സർവേ കല്ലിട്ടപ്പോൾ ഈ സർവേ നടത്തിയ സ്ഥലത്തിൻ്റെ പുറത്താണ് ആ തോട് നിൽക്കുന്നത് എന്ന് നിങ്ങളൊക്കെ കണ്ടു. ചില മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മനസ്സിൽ വച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
കോൺഗ്രസിന്റെ 84ാമത് പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾക്ക് അംഗീകാരം നൽകും. നാളെ രാവിലെ രാഹുൽ ഗാന്ധി പതാക ഉയർത്തി സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, യോഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ? പ്രിയ, കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 24 അംഗങ്ങളും 24 പ്രവർത്തക സമിതി അംഗങ്ങളും അത് കൂടാതെ 10 തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷണിതാക്കൾ ഓരോ സംസ്ഥാനത്തു നിന്നും പ്രതിനിധീകരിച്ചുള്ളവർ, ഇങ്ങനെ 50-ൽ പരം പ്രതിനിധികളാണ് ഇപ്പോൾ ഈ പ്രവർത്തക സമിതി ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് നാളെ തുടങ്ങുന്ന പ്ലീനറി സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾ പാസ്സാക്കുകയാണ്. പ്രധാനമായും 4 പ്രമേയങ്ങളാണുള്ളത്. ഒന്ന് രാഷ്ട്രീയ പ്രമേയം, മറ്റൊന്ന് സാമ്പത്തിക പ്രമേയം. ഈ സാമ്പത്തിക പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത് മുൻ ധനമന്ത്രി പി ചിദംബരവും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും ചേർന്നാണ് സാമ്പത്തിക പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ തകർന്നു, ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതെല്ലാമാണ് സാമ്പത്തിക പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീടുള്ള ഒരു പ്രമേയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പ്രമേയമാണ്, ഇന്റർനാഷണൽ പ്രമേയം. ഈ പ്രമേയങ്ങളെല്ലാം ഇന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാസ്സാക്കും. ഇതിനെ തുടർന്നാണ് നാളെ ചേരുന്ന പ്ലീനറിയിൽ ഈ പ്രമേയങ്ങളെല്ലാം അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നാളെ പ്ലീനറി ചേരുന്നതിന്റെ പ്രധാനമായും ചർച്ച ചെയ്യുക 2019 തെരഞ്ഞെടുപ്പാണ്. ഇതിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട്, ഇപ്പോൾ BJPക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വികാരം എങ്ങനെ ഇവർ കോൺഗ്രസിന് അനുകൂലമാക്കിയ ഒരു വിജയം ഉണ്ടാക്കാമെന്നുള്ളതിൽ ഒരു തീരുമാനം നാളെ ചേരുന്ന ഒരു പ്ലീനറിയിൽ കോൺഗ്രസ് കൈക്കൊള്ളും. അതുപോലെ തന്നെ എന്ത് നിലപാടെടുക്കണം, 2019 മറ്റു പാർട്ടികളുമായി ഒരു സഖ്യമുണ്ടാക്കുക, അതിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ BSP ഉത്തർപ്രദേശിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ BSP-SP സഖ്യം അവിടെ ഇപ്പോൾ BJPക്കെതിരെ വൻ ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വൻ ഒരു വിജയം നേടാനും BSP-SP സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഖ്യങ്ങളോടെല്ലാം എന്ത് നയം സ്വീകരിക്കണം, എങ്ങനെ ഇവരുമായി ഒരു സഖ്യം ഉണ്ടാക്കണം എന്ന കാര്യത്തിലെല്ലാം തന്നെ നാളെ ചേരുന്ന പ്ലീനറിയിൽ ഒരു നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ ഈ 2019 തെരഞ്ഞെടുപ്പിൽ അണികൾക്ക് ഒരു ആത്മവിശ്വാസം പകരുക, അതും ഈ ഒരു പ്ലീനറി സമ്മേളനത്തിന്റെ അജണ്ടയായിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിയോടെ രാഹുൽ ഗാന്ധി പതാക ഉയർത്തി ഈ പ്ലീനറി സമ്മേളനത്തിന് തുടക്കമാകും. ഈ സമ്മേളനത്തിൽ തന്നെയാകും രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗികമായി രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതും. പിന്നീട് ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ പ്ലീനറി സമ്മേളനത്തിന്റെ എല്ലാവരും ആദരിച്ച പ്രമേയങ്ങൾക്കും എല്ലാം തന്നെ രാഹുൽ ഗാന്ധി മറുപടി പ്രസംഗം നൽകും. ഈ ഒരു മറുപടി പ്രസംഗത്തോടെ ഈ പ്ലീനറി സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. എന്തു തന്നെയായാലും ഇതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് 2019 തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇതിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ 84ാമത് പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾക്ക് അംഗീകാരം നൽകും. നാളെ രാവിലെ രാഹുൽ ഗാന്ധി പതാക ഉയർത്തി സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്. വിദേശ സഞ്ചാരികളുടെ വസ്ത്രധാരണത്തിനെതിരെ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിവാദ പരാമർശം. വിദേശ സഞ്ചാരികൾ ഇന്ത്യയിൽ ബിക്കിനി ധരിച്ച് നടക്കരുതെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ലാറ്റിൻ അമേരിക്കയിൽ ബിക്കിനി ധരിച്ച് പുറത്തിറങ്ങുന്നത് അവിടുത്തെ രീതിയാണ്. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യം മാനിക്കാൻ ബാധ്യതയുണ്ടാകണമെന്നും കണ്ണന്താനം പറഞ്ഞു. വിദേശ സഞ്ചാരികൾക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ബീഫ് കഴിക്കാമെന്നും അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നാൽ മതിയെന്നുമുള്ള വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അൽഫോൺസ് കണ്ണന്താനം അടുത്ത വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിദേശ സഞ്ചാരികൾ ബിക്കിനി ധരിക്കുന്നതിൽ വിവാദ പ്രസ്താവന നടത്തിയത്. ഇന്ത്യയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ ബിക്കിനി ധരിക്കരുതെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഉപദേശം. വിനോദസഞ്ചാരികൾക്ക് ഒരു രാജ്യത്തിന്റെ സംസ്കാരം മനസ്സിലാക്കാനുള്ള വിവേകം വേണം. ആ സംസ്കാരം മനസ്സിലാക്കി പെരുമാറണമെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ഗോവയിലെ ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾ ബിക്കിനി ധരിച്ച് പുറത്തിറങ്ങാറുണ്ട്. എന്നാൽ നഗരങ്ങളിലേക്ക് വരുമ്പോൾ ആ വേഷത്തിൽ പുറത്തിറങ്ങരുത്. ലാറ്റിൻ അമേരിക്കയിൽ ബിക്കിനി ധരിച്ച് പുറത്തിറങ്ങുന്നത് അവിടുത്തെ രീതിയാണ്. എന്നാൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ പാരമ്പര്യം മാനിക്കാൻ സന്ദർശകർക്ക് ബാധ്യതയുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികൾ സാരി ധരിക്കണമെന്നല്ല താൻ പറയുന്നത്, സ്വീകാര്യമായ വസ്ത്രം ധരിക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂവെന്നും അൽഫോൺസ് കണ്ണന്താനം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
തലശ്ശേരി കലാപത്തിൽ രക്തസാക്ഷിയായ UK കുഞ്ഞിരാമനെ നിയമസഭയിൽ അപമാനിച്ച കോൺഗ്രസ് MLA PT തോമസിനെതിരെ കലാപത്തിന് ഇരയായവർ രംഗത്ത്. കലാപത്തിന് ഇരയായ മുസ്ലിം കുടുംബങ്ങൾക്ക് തണലായി നിന്നത് UK കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM പ്രവർത്തകർ മാത്രമായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. UK കുഞ്ഞിരാമനെ അപമാനിച്ചവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ലെന്ന് കലാപത്തിനിരയായ മുസ്ലിം കുടുംബാംഗവും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനുമായിരുന്ന പ്രൊഫസർ M അബ്ദുറഹ്മാൻ പറഞ്ഞു. തലശ്ശേരി കലാപകാലത്ത് സംഘപരിവാറുകാർ മുസ്ലിങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തത് CPIM ആയിരുന്നു. ഭീതിയിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് CPIM പ്രവർത്തകർ മാത്രമായിരുന്നു തുണ. മെരുവമ്പായിലെ മുസ്ലിം പള്ളിക്ക് കാവൽ നിന്ന CPIM പ്രവർത്തകനായിരുന്ന UK കുഞ്ഞിരാമനെ സംഘപരിവാറുകാർ കൊലപ്പെടുത്തി. പള്ളി പൊളിക്കാനെത്തിയ RSSുകാരെ തടഞ്ഞതിന്റെ പേരിലാണ് UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയത്. ഒരു നാടിന്റെ സമാധാനം നിലനിർത്താൻ ജീവൻ ബലി നൽകിയ UK കുഞ്ഞിരാമനെ നിയമസഭയിൽ കോൺഗ്രസ് MLA PT തോമസ് അപമാനിച്ചത് അത്യന്തം അപലപനീയമാണെന്ന് കലാപത്തിന് ഇരയായ കുടുംബത്തിലെ അംഗവും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനുമായിരുന്ന പ്രൊഫസർ M അബ്ദുറഹ്മാൻ പറഞ്ഞു. തികച്ചും സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകളാണ് നിയമസഭയിൽ ചില കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിച്ച് കാണുന്നത്. ഞങ്ങളെപ്പോലെയുള്ളവർ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച മാനസിക വിഷമതകളും പലർക്കും ഉണ്ടായ ദുരിതങ്ങളും ഒന്നും മനസ്സിലാക്കാതെയും അറിയാതെയുമുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള വെറും തെറ്റായ ഒരു സമീപനമാണ് പല പ്രതിപക്ഷാംഗങ്ങളും സ്വീകരിച്ച് കാണുന്നത്. കലാപത്തിന്റെ മറവിൽ മുസ്ലിം വീടുകൾ തിരഞ്ഞുപിടിച്ച് ആസൂത്രിതവും സംഘടിതവുമായ കൊള്ളയും അക്രമവുമാണ് സംഘപരിവാർ നടത്തിയത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചെങ്കൊടി കെട്ടിയ വാഹനത്തിൽ നാട്ടിലുടനീളം സഞ്ചരിച്ച് സമാധാനത്തിനായി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. AKGയും EMSും തലശ്ശേരിയിലെത്തി കലാപം തടയാനുള്ള ശ്രമങ്ങൾ നടത്തി. യാഥാർത്ഥ്യം ഇതെല്ലാമാണെന്നിരിക്കെ വ്യാജപ്രചരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ലെന്നും പ്രൊഫസർ M അബ്ദുറഹ്മാൻ പറഞ്ഞു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.